ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ നമ്മളുടെ സിയിലും അതുപോലെ തന്നെ ജാവയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ബ്രേക്കും കണ്ടിന്യൂ എങ്ങനെയാണ് ഷെൽ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻസിനെ എവാലുവേറ്റ് ചെയ്യുക, EXPR എന്നുള്ള അതുപോലെ തന്നെ BC എന്നുള്ള രണ്ട് കമാൻഡ്സുകൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു എക്സ്പ്രഷൻസിനെ എവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. സോ നമുക്ക് ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ എന്താണ് അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് എന്തിനാണ് എന്നുള്ളതൊക്കെ അറിയാം. ഇവിടെ അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും അത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും നോക്കുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ we will discuss shell loop control in Unix. So far you have looked at creating loops and working with loops to accomplish different tasks. നമുക്കറിയാം, നമ്മൾ ലൂപ്പിനെ കുറിച്ച് പറഞ്ഞു, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഒരു എന്താണ് ഡിഫറെൻറ്റ് ടാസ്കുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. സംടൈംസ് യു നീഡ് ടു സ്റ്റോപ്പ് എ ലൂപ്പ് ഓർ സ്കിപ്പ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ്. ചില സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ലൂപ്പ് എന്ത് ചെയ്യുന്നു, ലൂപ്പിംഗ് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിന് സ്കിപ്പ് ചെയ്തിട്ട് വരേണ്ട, ആ ഇറ്ററേഷൻ സ്കിപ്പ് ചെയ്തിട്ട് വരേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും. സോ ആ ഒരു കേസിൽ വിൽ ലേൺ ഫോളോയിങ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ഷെൽ ലൂപ്സ്. സോ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് എന്ത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സും. സോ ആദ്യം തന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നോക്കാം. The break statements is used to terminate the execution of the entire loop. ആ എൻറ്റയർ ലൂപ്പിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ആൾ ഓഫ് ദ ലൈൻസ് ഓഫ് കോഡ് അപ് ടു ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, എന്ത് ചെയ്യും, എന്താണ്, അപ്പം ബ്രേക്ക് കൊടുത്തതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല ആ ലൂപ്പിലുള്ളത്. ഓക്കെ, then it steps down to the code following the end of the loop. Okay, then എങ്ങോട്ടാ വരിക, ആ താഴെയുള്ളത് എക്സിക്യൂട്ട് ചെയ്യാതെ എൻഡ് ഓഫ് ദ ലൂപ്പ്, ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് എന്ത് ചെയ്യുക, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുക. അത് നമ്മളതിൻ്റെ എന്താണ് ആ ബ്രേക്ക് എന്നുള്ളത് പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച സംഭവം. then അതിൻ്റെ സിൻടാക്സ് നോക്കൂ. ദ ഫോളോയിങ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് കം ഔട്ട് ഓഫ് ദ ലൂപ്പ്. ലൂപ്പിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്കിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്ത് ചെയ്താൽ മതി, ബ്രേക്ക് എന്ന് എഴുതിയാൽ മതി. Then the break command can also be used to exit from the nested loop using this format. നെസ്റ്റഡ് ലൂപ്പിൽ നിന്ന് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 4ൻ്റെ ഉള്ളിൽ മറ്റൊരു 4, അതിൻ്റെ ഉള്ളിൽ വേറൊരു 4, അങ്ങനത്തെ ഒരു കേസാണെന്നുണ്ടെങ്കിൽ നെസ്റ്റഡ് ആയിട്ടുള്ള ലൂപ്പിൽ നിന്ന്, ഏറ്റവും ഇന്നർ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ബ്രേക്ക് സ്പേസ് n എന്നുള്ള എന്താണ് കമൻറ്റാണ്. സോ ഹിയർ n സ്പെസിഫൈ ദ nth എൻക്ലോസിംഗ് ലൂപ്പ് ടു ദ എക്സിറ്റ് ഫ്രം. അഥവാ നമുക്ക് ഏതെന്നാണോ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, ഏത് ലൂപ്പിൽ നിന്നാണോ നമുക്ക് പുറത്ത് വരേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനാണ് ബ്രേക്ക് സ്പേസ് n എന്ന് കൊടുക്കുന്നത്. ഓക്കെ, സോ എന്നിൻ്റെ അവിടെ നമുക്ക് എത്ര ഇന്നർ ലൂപ്പാണോ അത് കൊടുത്താൽ മതി. ദെൻ ഇവിടെ നോക്കൂ, ഹിയർ is a simple example which show that loop terminates as soon as become 5. ഓക്കെ, ഇത് നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. ഹാഷ് ബിൻ SH ഉണ്ട്. ദെൻ ഞാൻ എയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. വൈൽ $A <10, അഥവാ 10ൻ്റെ എയുടെ വാല്യൂ 10നെക്കാട്ടിലും ചെറുതാകുന്ന സമയത്ത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടക്കും, വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടക്കും. ദെൻ ആ ഓരോ എയുടെ വാല്യൂസിനും നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു ബൈ യൂസിങ് എക്കോ സ്പേസ് $A. ദെൻ അത് ഫസ്റ്റ് ഇപ്പോൾ 0 പ്രിൻറ്റ് ചെയ്യും അല്ലേ. 0 പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഈഫ് വരും. ഈഫ് വെച്ച് ചെക്ക് ചെയ്യുന്നത് എന്താണ്, $A -EQ 5 ആണ്. -EQ നമ്മൾ യൂസ് ചെയ്യുക, ഈക്വൽ ടുവിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് -EQ. സോ എയുടെ വാല്യൂ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 5 ആണോ, അല്ല, എയുടെ വാല്യൂ ഇപ്പം എന്തായിരുന്നു, 0 ആണ്. ദെൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യും. എയുടെ വാല്യൂ 5 ആകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദെൻ ആ ഈഫിൻ്റെ ക്ലോസിങ് എയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, എയുടെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. EXPR യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, A = $A + 1. ദാറ്റ് മീൻസ് എയുടെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ദെൻ വൈൽ ക്ലോസ് ചെയ്യുന്നു. സോ ഇവിടെ ആദ്യം 0 ആകുന്ന സമയത്ത് 0 പ്രിൻറ്റ് ചെയ്യും. ദെൻ ഈ എയുടെ വാല്യൂ 1 ആക്കും. അത് പോയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും, 10നെക്കാട്ടിലും ചെറുതാണ്. സോ എന്ത് ചെയ്യും, എയുടെ വാല്യൂ 1 ആക്കും. അങ്ങനെ 1 ആയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യും.
2 3 4 5 വരെ പ്രിൻ്റ് ചെയ്യും. 5 ലെസ് ദാൻ 10 ആണോ? ആണ്. പക്ഷേ എന്ത് ചെയ്യും? 5 ഇവിടെ പ്രിൻ്റ് ചെയ്യും. ദെൻ എയുടെ വാല്യൂ 5 ആണോ നോക്കും. 5 ആണ്. 5 ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യും. 5 എപ്പോഴാണോ ആവുന്നത് അപ്പം ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും. വൈൽ ലൂപ്പിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതിൻ്റെ പുറത്തേക്ക് വരും. ദെൻ ബാക്കിയുള്ളതൊന്നും 5 to 9 വരെയുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, പ്രിൻ്റ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് എന്ത് ഈ ഒരു ബ്രേക്ക് യൂസ് ചെയ്യുന്നിടത്തിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്തതായിട്ട് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് സിമിലർ ടു ദ ബ്രേക്ക് കമാൻഡ്. ബ്രേക്ക് കമാൻഡിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് എന്ത് കണ്ടിന്യൂ കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് കോസ് ദ കറൻറ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ് ടു എക്സിറ്റ് റാദർ ദാൻ ദ എൻട്രി ലൂപ്പ്. എന്താണ്? ബ്രേക്ക് കമാൻഡിനെ പോലെ തന്നെയാണ്. പക്ഷെ എന്താണ്, നമ്മൾ ലൂപ്പിൽ എന്താ ചെയ്യുന്നത്? കറൻ്റ് ആയിട്ടുള്ള ഐട്രേഷൻ അല്ലേ, അതെന്ത് ചെയ്യുന്നത്? എക്സിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നിന്ന് പുറത്ത് പോകാനാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുക. പക്ഷേ എന്താണ്, കണ്ടിന്യൂ നമ്മൾ യൂസ് ചെയ്യുക എൻട്രി ലൂപ്പായിട്ടാണ്. ദാറ്റ് മീൻസ് എന്താണ്, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. സോ അതിനാണ് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. So this statement is useful when an error has occurred but you want to try to execute the next iteration of the loop. അഥവാ ഇപ്പോൾ നമുക്കൊരു എറർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അത് ടെർമിനേറ്റ് ആയി പോയത് പകരം എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ കൊടുത്താണ് നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും അത് കണ്ടിന്യൂ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. സോ അതിൻ്റെ സിൻടാക്സ് ആണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then like with the break statement പോലെ തന്നെ an integer argument can be given to the continue command to skip command from നെസ്റ്റഡ് ലൂപ്പിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ നമ്മൾ ബ്രേക്കിൽ കൊടുത്തപ്പോൾ തന്നെ കണ്ടിന്യൂ സ്പേസ് n കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? n സ്പെസിഫൈ ദ nth എൻക്ലോസിംഗ് ലൂപ്പ് ടു കണ്ടിന്യൂ ഫ്രം. അഥവാ ഏത് എൻക്ലോസിംഗ് ലൂപ്പിൽ നിന്നാണോ കണ്ടിന്യൂ ചെയ്യേണ്ടത്, എങ്ങോട്ടാണോ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ സ്പേസ് n കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഞാനിവിടെ നംസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 1 2 3 കൊടുത്തു. ദെൻ നമ്മിൻ്റെ ഫോർ ലൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫോറിൽ നം ഇൻ ഡോളർ നംസിലാണ് ഉള്ള 1 2 3 ആയിരിക്കും ഈ നമ്മിന് എന്ത് ചെയ്യുന്നത്? വാല്യൂസ് ആയിട്ട് പോകുന്നുണ്ടാവുക. ദെൻ എന്ത് ചെയ്യുന്നു? ക്യൂയുടെ വാല്യൂ എന്താ? EXPR $num mod 2 എന്നാക്കി. ദാറ്റ് മീൻസ് എന്ത് ചെയ്യുന്നു? EXPR യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ നമ്മൾ അടുത്തതായിട്ട് പറയുന്നുണ്ട്. EXPRനെ കുറിച്ചിട്ട്. സോ EXPR നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ യൂസ് ചെയ്തിട്ടുമുണ്ട്. എന്തായിരുന്നു? നമുക്കിപ്പോൾ ഒരു എക്സ്പ്രഷൻ എവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ EXPR യൂസ് ചെയ്യുക. സോ ഇവിടെ $num അഥവാ ഈ $numനെ (2). ദാറ്റ് മീൻസ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈവൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 0 വന്നു കഴിഞ്ഞാൽ ഈവൻ ആയിരിക്കും. 1 വന്നു കഴിഞ്ഞാൽ ഓഡായിരിക്കും അല്ലേ. 1 അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോൺ സീറോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓഡായിരിക്കും. സോ ഈഫ് $q ദാറ്റ് മീൻസ് ഈ ഇപ്പോൾ മോഡുലസ് ചെയ്ത റിസൾട്ട് ഇല്ലേ, ആ റിസൾട്ട് 0ക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഈസ് ഈവൻ നമ്പർ ആയിരിക്കും. ദെൻ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യാം. ദെൻ അല്ലെങ്കിൽ FI ഈഫ് 0 അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫൗണ്ട് ഓഡ് നമ്പർ എന്നുള്ളത് കൊടുക്കുക. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും. നമുക്ക് 1 ആകുന്ന സമയത്ത് ഓഡ് നമ്പർ ആണെന്ന് വരും, 2 ആകുന്ന സമയത്ത് എന്ത് വരും? ഈവൻ നമ്പർ ആണെന്ന് വരും. ദെൻ 3 ആകുന്ന സമയത്ത് എന്ത് വരും? ഓഡ് നമ്പർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ദെൻ ദ EXPR കമാൻഡ്. അടുത്തതായിട്ട് നമുക്ക് EXPRനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. EXPR ഒരു എക്സ്പ്രഷൻ എവാലുവേഷനിൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. ദ EXPR കമാൻഡ് ഇൻ യൂണിക്സ് എവാലുവേറ്റ്സ് എ ഗിവൺ എക്സ്പ്രഷൻ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്സ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. എന്താ ചെയ്യുന്നത്? EXPR എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് എന്ത് ചെയ്യുന്നു? എവാലുവേറ്റ് ചെയ്യുന്നു. ഒരു എക്സ്പ്രഷനെ എവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേക്കാണ് ആര് ചെയ്യുന്നത്? EXPR കമാൻഡ് ചെയ്യുന്നത്. ബേസിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓൺ ഇൻറ്റിജേഴ്സ്. ഇത്രയും കാര്യങ്ങളിലുള്ള ഓപ്പറേഷൻസൊക്കെ, അഡീഷൻ ആവട്ടെ, സബ്സ്ട്രാക്ഷൻ ആവട്ടെ, ഇൻറ്റിജേഴ്സിലുള്ള ഈ ബേസിക് ഓപ്പറേഷൻസൊക്കെ എന്ത് ചെയ്യുന്നു? ഈ EXPR വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എവാലുവേറ്റ് ചെയ്യുന്നു. എവാലുവേറ്റിംഗ് റെഗുലർ എക്സ്പ്രഷൻസ്, സ്ട്രിങ് ഓപ്പറേഷൻസ് ലൈക്ക് സബ് സ്ട്രിങ്, ലെങ്ത് ഓഫ് സ്ട്രിങ്. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യും? റെഗുലർ എക്സ്പ്രഷൻസിനെ എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ടുള്ള സ്ട്രിങ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സബ് സ്ട്രിങ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ സ്ട്രിങ് ഓപ്പറേഷൻസിനും റെഗുലർ എക്സ്പ്രഷൻ്റെ കേസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി EXPR യൂസ് ചെയ്യാറുണ്ട്. സിൻടാക്സ് നോക്കൂ. EXPR സ്പേസ് എന്താണോ എക്സ്പ്രഷൻ അത് കൊടുക്കുക.
സോ ആ എക്സ്പ്രഷൻ അത് EXPR വെച്ചിട്ട് എന്ത് ചെയ്യും, എവാലുവേറ്റ് ചെയ്യും. എക്സാമ്പിൾസ് ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 നമ്പറിൻ്റെ അഡീഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, EXPR സ്പേസ് ആ 2 നമ്പറുകൾ എന്ത് കൊടുത്താൽ മതി, പ്ലസ് ഇട്ടിട്ട്. സോ 3 + 5 8 ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ EXPR 5 - 3 സോ 2 കിട്ടും. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, EXPRൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷന് സിംപ്ലി സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്റർ മാത്രമല്ല കൊടുക്കുക. സോ അതുപോലെ തന്നെ ഇതാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഒരു സ്ലാഷ് അതുപോലെ തന്നെ സ്റ്റാർ ആണ് ഉപയോഗിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. സിംപ്ലി സ്റ്റാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടില്ല. ഓക്കെ, ദെൻ അതിൻ്റെ ഇപ്പോൾ 5 ഈ ഒരു സിമ്പിള് സ്റ്റാർ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, 5 × 3 എന്നുള്ള 5 × 3 എന്നുള്ള മീനിങ് ആണ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് 15 എന്ന് നമുക്ക് കിട്ടും. ദെൻ അതേപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഡിവിഷൻ്റെ സാധാ നമ്മൾ ഡിവിഷൻ ഓപ്പറേറ്റർ 10/2 എന്നുള്ള രീതിയിൽ EXPR വെച്ചിട്ട് കൊടുക്കുന്നു. സോ 5 ഔട്ട്പുട്ട് കിട്ടും. ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ നേരത്തെ എക്സാമ്പിളൊക്കെ വന്നു അല്ലേ. Y ഇപ്പോൾ 10 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. Y എനിക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Y = EXPR. ഇവിടെ ഈ ഒരു സിമ്പിൾ ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. EXPR $Y + 1 എന്ന് കൊടുത്താൽ മതി. ദെൻ എന്ത് ചെയ്യുക, Y എക്കോ ചെയ്യുക. സോ നമുക്ക് 11 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൽ EXPR എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ അതിൽ നമ്മൾ നോക്കൂ, എയുടെ വാല്യൂ 10 ആണ്. എയുടെ വാല്യൂ ഹലോ എന്ന് കൊടുത്തു. ദെൻ B എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലോട്ട് നമ്മൾ എന്താ എടുക്കുന്നത്, എക്സ്പ്രഷൻ പെർഫോം ചെയ്യുന്നു EXPR യൂസ് ചെയ്തിട്ട്. എന്താ, ലെങ്ത് സ്പേസ് $. അപ്പോൾ ഹലോ എന്നുള്ളതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, എടുത്തിട്ട് Bയിൽ കീപ്പ് ചെയ്യും. അതാണ് EXPR ഇവിടെ ചെയ്യുന്നത് ലെങ്ത്തിൻ്റെ കേസിൽ. നമുക്ക് $B ഇവിടെ, അഥവാ ഇത് Bയിൽ എന്താണോ ഉള്ളത് അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഹലോയുടെ ലെങ്ത്. ദാറ്റ് മീൻസ് HE ഇത് എത്രയാണുള്ളത്, 5 ആണ്. സോ അതാണ് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ, ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് എ ക്യാരക്ടർ. ഒരു സ്ട്രിങ്ങിലുള്ള ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ EXPR യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതൊക്കെ എന്താണ്, എക്സ്പ്രഷൻസ് എവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്ട്രിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊക്കെ നമ്മൾ EXPR യൂസ് ചെയ്യുക. ഇവിടെ ഹലോ എന്നുള്ളതാണ് എലിട്ട് എടുത്തു. ദെൻ ബിയിൽ എന്ത് ചെയ്തത്, EXPR ഇൻഡെക്സ് എന്നാണ് കൊടുക്കുക കേട്ടോ. ഇൻഡെക്സ് $, അഥവാ എയിലുള്ള ഇൻഡെക്സ് എത്രയാണോ അത് കൊടുക്കുക. എ എന്നുള്ള സ്ട്രിങ്ങിലെ ഇൻഡെക്സ് ഇവിടെ എന്ത് കൊടുത്തു, L കൊടുത്തു. എന്താണോ ആ ക്യാരക്ടർ, ആ ക്യാരക്ടറിൽ ഈ എയിൽ ആ ക്യാരക്ടർ എത്ര ഇൻഡെക്സിലാണെന്നുള്ളതാണ്. സോ ദെൻ എന്ത് ചെയ്യുന്നു, B എക്കോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക L ഇവിടെ എത്രാമത്തില്ല, ഫസ്റ്റ് കാണുന്നത് എടുക്കും. ദാറ്റ് മീൻസ് 3 എന്ന് കിട്ടും. ആസ് ലെറ്റർ L ഈസ് അറ്റ് പൊസിഷൻ 3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ, ഫൈൻഡ് സബ്സ്ട്രിങ് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ സബ്സ്ട്രിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക, EXPR വെച്ചിട്ട് തന്നെയാണ് അതും നമ്മൾ ചെയ്യുന്നത്. എയിൽ എന്ത് ചെയ്തു, ഞാൻ ഹലോ കീപ്പ് ചെയ്തു. ദെൻ ബിയിൽ EXPR sub-str എന്നാണ് കൊടുക്കുക കേട്ടോ. sub-str $A. ദാറ്റ് മീൻസ് ഈ ഹലോ വരും 2, അതുപോലെ തന്നെ 3, അഥവാ 2 ഈസ് എ പൊസിഷൻ ആൻഡ് 3 ഈസ് ദ ലെങ്ത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പൊസിഷനിൽ ലെങ്ത്ത് എന്ത് ചെയ്യും, 3 എന്ന് കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ പൊസിഷൻ തൊട്ട് 3 ലെറ്റേഴ്സ് അവിടെ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ഇട്ടിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. ദെൻ B ഇവിടെ പ്രിൻറ്റ് ചെയ്ത് നോക്കൂ, നമുക്ക് എന്താ കിട്ടുക, രണ്ടാമത്തെ പൊസിഷനിലുള്ളത് ഏതാ, E ആണ്. അവിടുന്ന് 3 എണ്ണം. ദാറ്റ് മീൻസ് 2ഉം 3ഉം 4ഉം, അഥവാ ELL എന്ന് നമുക്ക് അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, സോ അടുത്തതായിട്ട് BC കമാൻഡിനെ കുറിച്ചിട്ടാണ്. BC കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ കമാൻഡ് ലൈൻ കാൽക്കുലേറ്റർ ആയിട്ടാണ്. നമ്മൾ കമാൻഡ് ലൈൻ കാൽക്കുലേറ്റർ ആയിട്ടാണ് BC കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സിമിലർ ടു ബേസിക് കാൽക്കുലേറ്റർ ബൈ യൂസിങ് വിച്ച് വി ക്യാൻ ഡു ബേസിക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ബേസിക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ ഇല്ലേ, സോ അതിൻ്റെ കാൽക്കുലേറ്റർ ആയിട്ടാണ്, കമാൻഡ് ലൈൻ കാൽക്കുലേറ്റർ ആയിട്ടാണ് BC ഇവിടെ ആക്ട് ചെയ്യുന്നത്. So arithmetic operations are the most basic in any kind of programming language. Linux or Unix operating system provide the BC command and EXPR command for doing arithmetic calculations. So നമ്മൾ EXPR കമാൻഡ് arithmetic operations ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടു. സോ ഈ EXPR കമാൻഡിൻ്റെ കൂടെ BCയും കൂടി വെച്ചിട്ടാണ് നമ്മൾ arithmetic operations യൂണിക്സിലും ലിനക്സിലും ഒക്കെ ചെയ്യുന്നത്.
സോ നമുക്ക് അതെങ്ങനെയൊക്കെയാണ് അത് അരിത്മെറ്റിക് എക്സ്പ്രഷൻസിനെ എങ്ങനെയാണ് അത് എവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ബി സിയുടെ സിൻറ്റാക്സ് ആണിത്. ബി സി സ്പേസ് എന്ത് ചെയ്യുന്നു, ഇവിടെ 3 പോർഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. -HLWSQV ലോങ് പൊസിഷൻ ഓപ്ഷൻസ് ആയിട്ട് നമ്മളാണല്ലോ ഇങ്ങനെ കൊടുക്കുക. ദെൻ ഫയൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. -H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പാണ്. പ്രിൻറ്റ് ദ യൂസേജ് ആൻഡ് എക്സിറ്റ്. ബി സിയുടെ യൂസേജ് പ്രിൻറ്റ് ചെയ്തിട്ട് അത് എക്സിറ്റ് ആവാനാണ് -H നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ -I ആണെങ്കിലോ ഇൻട്രാക്റ്റീവ് ആണ്, ഫോഴ്സ് ഇൻട്രാക്റ്റീവ് മോഡിനാണ്. -L ആണെന്നുണ്ടെങ്കിലോ മാത്ത് ലിബ് ആണ്, അഥവാ സ്റ്റാൻഡേർഡ് മാത്ത് ലൈബ്രറീസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതേപോലെ തന്നെ -W, -S, -Q, -V അഥവാ സ്റ്റാൻഡേർഡ് ക്വിറ്റ് വേർഷൻസ് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബി സി കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കുന്നത്, ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ദെൻ ഓപ്ഷൻസ് സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും അതിലും ഡീപ്പായിട്ടുള്ള ലോങ് ഓപ്ഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ദെൻ ഫയൽ കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് ബി സിയുടെ സിൻറ്റാക്സ് ഓർത്ത് വെക്കാം. ഓക്കെ, എ ബി സി കമാൻഡ് സപ്പോർട്ട് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ റിലേഷൻ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ആൻഡ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ്, മാത്ത് ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ബി സി എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ നമ്മളിത് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഇവിടെ നോക്കൂ. എക്സാമ്പിൾ ഞാനിവിടെ എക്കോ 12+5 ചെയ്തു. ദെൻ ഒരു ലൈന് സ്ട്രൈറ്റ് ലൈൻ ഇട്ടതിന് ശേഷം ബി സി കൊടുക്കുക. സോ എന്ത് ചെയ്യും, ഈ ഒരു കാൽക്കുലേഷൻസ് എന്ത് ചെയ്യും, EXPR ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി സി എന്ന് കൊടുത്താൽ മതി. ലൈൻ ഇടുക, ബി സി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഓപ്പറേഷൻസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും. മറ്റേക്ക് നമുക്ക് എന്ത് വേണം, EXPR യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ EXPR ഇല്ലാതെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബി സി കൊടുത്താൽ മതി. എന്താണ് ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കാൽക്കുലേറ്ററാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ബി സി യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഇവിടെ നമ്മൾ EXPR യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ദെൻ ബി സി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളുടെ ഈ ഒരു കമാൻഡിലൂടെ തന്നെ ആ ഒരു കാൽക്കുലേഷന് ചെയ്യും എന്നുള്ളതാണ്. സോ ഇവിടെ 12ഉം 5ഉം കൂട്ടിയിട്ട് 17 നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും എക്കോയും. അതേപോലെ തന്നെ 10⁻², ദാറ്റ് മീൻസ് 10ൻ്റെ സ്ക്വയർ 100 നമുക്ക് ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ബി സി കൊടുത്തു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്കോ ചെയ്യും. ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിലൊക്കെ എങ്ങനെയാണ് ബി സി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, എക്കോ ആദ്യം ഞാൻ ഡബിൾ കോഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്തു, വേരിയബിളിലോട്ട് 10 അസൈൻ ചെയ്തു. ദെൻ ആ വേറാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യിക്കുന്നത്. അഥവാ ഈ 10 ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, അസൈൻമെൻറ്റ് ഓപ്പറേഷനും അതുപോലെ തന്നെ അതിൻ്റെ എക്കോ ചെയ്യിക്കുന്നതൊക്കെ ഒറ്റ ലൈനിൽ കൊടുത്തതാണ്. ദെൻ ഈ ഒരു /BC ഇവിടെ സ്ട്രൈറ്റ് ലൈൻ BC കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ 10 എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിലും നമുക്കറിയാം. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് തന്നെ എന്തുണ്ട്, 2 ഉണ്ട്, ++ഉം ഉണ്ട്, അതുപോലെ തന്നെ ++A ഉണ്ട്, അതേപോലെ തന്നെ A++ എന്നുള്ള രീതിയിലും പ്രീ ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും ഉണ്ട്. സോ അത് രണ്ടും ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. ഞാനിവിടെ പ്രീ ഇൻക്രിമെൻറ്റിൻ്റെ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്കോ ആദ്യം വേറിലോട്ട് ഒരു പർട്ടിക്കുലർ വേരിയബിൾ നെയിം വേറെന്ന് കൊടുത്തതാണ്, അതിലോട്ട് 10 കൊടുത്തു. ദെൻ ++ വേറെ കൊടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ++ വേറെ എന്താ, സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ പ്രീ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ++ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറിലോട്ട് 10 അസൈൻ ചെയ്തു. ദെൻ ++ വേർ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം അത് ആ വേറിലോട്ട് അസൈൻ ചെയ്യും. സോ നമുക്കിവിടെ എന്താ കിട്ടുക, ആൻസർ 11 കിട്ടുക. ഇവിടെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിലോ വേർ ++ എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ, ഈ ++ ഇവിടെ അല്ല, വേർ ++ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഔട്ട്പുട്ടായിട്ട് കിട്ടുക, 10 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ മൈനസ് അഥവാ ഈ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ കേസാണ്. അതും എന്തുണ്ട്, പോസ്റ്റ് ഡിക്രിമെൻറ്റും ഉണ്ട്, പ്രീ ഡിക്രിമെൻറ്റും ഉണ്ട്. സോ ഞാനിവിടെ പ്രീ ഡിക്രിമെൻ്റ് എക്സാമ്പിളാണ് കൊടുത്തത്. വേറെ ആദ്യം 10 ആക്കി സെറ്റ് ചെയ്തു. ദെൻ എനിക്ക് എക്കോ ചെയ്യേണ്ടത് എന്താണ്, -, വേറാണ്. ദാറ്റ് മീൻസ് എന്താണ്,
പ്രീ ഡിക്രിമെൻ്റ് ആണ്, അഥവാ ഒന്ന് കുറച്ചതിന് ശേഷം വാലിലോട്ട് ആ വാല്യൂ അസൈൻ ചെയ്യും. സോ 9 എന്നുള്ളത് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ടൊക്കെ ഇവിടെ കിട്ടാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഈ ഒരു സ്ട്രേറ്റ് ലൈൻ BC എന്നുള്ള കമാൻഡ് ഇവിടെ കൊടുത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ XPR വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഡിക്രിമെൻറ്റും ഇൻക്രിമെൻറ്റും ഒക്കെ ചെയ്യണം, അസൈൻമെൻറ്റ് ഓപ്പറേഷനൊക്കെ ചെയ്യണം. അങ്ങനെയായിരുന്നു നമ്മൾ കഴിഞ്ഞ XPRൻ്റെ എക്സാമ്പിൾസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എളുപ്പം ഇതായിരിക്കും അല്ലേ, ഒരു സ്ട്രേറ്റ് ലൈൻ BC കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഇതിൽ അതുപോലെ തന്നെ കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. എക്കോ നമ്മൾ 10 ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു സ്ട്രേറ്റ് ലൈൻ ഇടാം, BC കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. ഇവിടെ 5 ചെറുതാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ്, അല്ലെങ്കിൽ 10 ആണ് 5 വലുതെങ്കിൽ എന്ത് ചെയ്യപ്പെട്ട് നമുക്ക് 1 ആണ് കിട്ടുക അല്ലേ. ട്രൂ ആണെന്നുണ്ടെങ്കിൽ 1 റിട്ടേൺ, ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. സോ ഇവിടെ ട്രൂ ആണ്, സോ അതുകൊണ്ട് 1 റിട്ടേൺ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ താങ്ക് യു.